അല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകില്ല. സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്: യേശു നിന്നു, അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. So Jesus stood still and commanded him to be brought to him. And when he had come near, he asked him, saying, What do you want me to do for you? He said, Lord, that I may receive my sight. യേശുവും തൻ്റെ അനുയായികളും യെരിഹോവിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരു കുരുടൻ ഇരുന്നിരുന്നു. അവന് കണ്ണ് കാണുകയില്ല എങ്കിലും ചെവി കേൾക്കാമായിരുന്നു. വലിയൊരു പുരുഷാരം കടന്നു പോകുന്നതായി കുരുടന് മനസ്സിലായി. ഇതെന്താകുന്നു എന്ന് അവരോട് ചോദിച്ചു. യേശു കടന്നു പോകുന്നു എന്നവർ അവനോട് അറിയിച്ചു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ യാചകൻ നിലവിളിച്ചു. ഇത് കേട്ട പുരുഷാരത്തിന് തീരെ സഹിച്ചില്ല. മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചു എന്നെഴുതിയിരിക്കുന്നു. ജനം ശാസിക്കും തോറും അവൻ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. പുരുഷാരത്തിന്റെ ഇടയിൽ വലിയ ശബ്ദ കോലാഹലങ്ങളാണ് യേശു കേൾക്കുന്നതെങ്കിലും ആവശ്യക്കാരന്റെ ആത്മാർത്ഥമായ നിലവിളി യേശുവിന്റെ കാതുകളിലെത്തി. യേശു അവിടെ നിൽക്കുകയാണ്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് കൽപ്പിക്കുന്നു. ഇതുവരെ കുരുടനെ ശാസിച്ചു കൊണ്ടിരുന്ന ജനത്തിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എത്ര ശബ്ദ കോലാഹലമായിരുന്നാലും നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിലവിളിയും യേശു കർത്താവിന്റെ ചെവിയിലെത്തും. അവിടുന്ന് ആ നിമിഷം തന്നെ അവിടെ നിൽക്കും. കർത്താവിന്റെ അടുക്കൽ ചെന്ന കുരുടനോട് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിലവിളി യേശുവിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങളുടെ ആവശ്യം വ്യക്തമായി കർത്താവിനോട് പറയുക. യേശു കുരുടനോട്, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണ് കാണുവാൻ കഴിയുകയില്ല എങ്കിലും യേശുവാണ് കടന്നു പോകുന്നത് എന്ന് കുരുടൻ അറിഞ്ഞപ്പോൾ, അവൻ മശിഹയാണ്, ദാവീദ് പുത്രനാണ്, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തരുവാൻ അവൻ പ്രാപ്തനാണെന്ന് കുരുടൻ വിശ്വസിച്ചു. യേശുവിന് അറിയാമായിരുന്നു ഈ കുരുടന് കാഴ്ചയാണ് വേണ്ടത് എന്ന്. എങ്കിലും വ്യക്തമായ ആവശ്യം നാം കർത്താവിനോട് പറയേണ്ടിയിരിക്കുന്നു. യാചകന് മറ്റു പലതും ചോദിക്കാമായിരുന്നു. പണം, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇവയൊക്കെ അവന്റെ ആവശ്യമായിരുന്നിരിക്കാം. കുരുടൻ തിരിച്ചറിഞ്ഞ ദാവീദ് പുത്രന് മാത്രമേ കാഴ്ച തരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിശ്വാസമാണ് അവനെ രക്ഷിച്ചത്. പ്രിയമുള്ളവരെ, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു? എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ, എൻ്റെ കടഭാരങ്ങൾ നീക്കുവാൻ, എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ് കർത്താവെന്നുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും അവനോട് യാചിക്കുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കൊരു പക്ഷേ പരിഹാസമായിരിക്കും. അവർ നിങ്ങളെ ശാസിച്ചെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ അധികമധികമായി കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനോട് അപേക്ഷിക്കുക. പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ട് നിങ്ങളെ സഹായിക്കുവാൻ നിൽക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. വിശ്വാസത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ,